സെക്രട്ടേറിയറ്റിന് മുന്നിൽ KSRTC ബസ് ഇടിച്ച് സ്ത്രീ മരിച്ചു. പേയാട് സ്വദേശി ഗീതയാണ് മരിച്ചത്. റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. വിശദാംശങ്ങളുമായി ഡി ബിനോയ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നു. ദാരുണമായ ഒരു അപകട വാർത്തയാണ്. എന്തൊക്കെയാണ് വിശദാംശം? അതിദാരുണമായ അപകട വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏകദേശം അരമണിക്കൂർ മുമ്പാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ വാഹന അപകടം ഉണ്ടായിരിക്കുന്നത്. പേയാട് സ്വദേശിയായ ഗീത വന്ന KSRTC ബസ് തന്നെ അവരുടെ ദേഹത്തുകൂടി കയറി ഇറങ്ങുകയായിരുന്നു. ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബസിന്റെ മുൻഭാഗത്തു കൂടി റോഡ് മുറിച്ചു ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഡ്രൈവർക്ക് ഇവരെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ വാഹനത്തിന് മുന്നിലൂടെ മുറിച്ചു കടക്കുമ്പോഴേക്കും വാഹനം തട്ടി നിലത്ത് വീഴുകയും പിന്നീട് ടയർ ദേഹത്തൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു. അവിടെ കൂടി നിന്നിരുന്ന ആളുകളെല്ലാം ചേർന്ന് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും തൽക്ഷണം മരിക്കുകയായിരുന്നു. അവരുടെ ഭർത്താവ് ഒപ്പം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നേരത്തെയും ഒരു അപകടം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവിടെ ചില സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. റോഡ് മുറിച്ചു കടക്കുന്ന സമയത്ത് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കണം, ഒപ്പം കാഴ്ച നഷ്ടപ്പെടുന്ന രീതിയിൽ കൊടിതോരണങ്ങളോ ബോർഡുകളോ സ്ഥാപിക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ആദ്യം കുറച്ചു നാൾ ഇത്തരത്തിൽ ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിച്ചു. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധാരാളം സമരങ്ങളുള്ള ഒരു ദിവസം കൂടിയാണ്. അതിനിടയിലാണ് ഈ വാഹന അപകടം ഉണ്ടായത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് പോകാനായിരുന്നു ഭാര്യയും ഭർത്താവും ഇവിടെ വന്ന് ഈ പാളയം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബസ് ഇറങ്ങിയത്. ഭർത്താവും ഒപ്പം ഉണ്ടായിരുന്നു. ശരി ബിനു.